ഹലോ, ആദ്യമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബോ ഹെയർ സ്റ്റൈലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് ഹെയർ സെക്ഷൻ എടുത്തിട്ട് ബ്രെയ്ഡ് ചെയ്യാം. ബാക്ക്വേർഡായിട്ടാണ് ബ്രെയ്ഡ് ചെയ്യുന്നത്. ബ്രെയ്ഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നന്നായി ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. അപ്പം നല്ല ഭംഗിയിൽ ബ്രെയ്ഡ് ചെയ്ത് കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ നിന്നും റൈറ്റ് സൈഡിൽ നിന്നും ബ്രെയ്ഡ് ചെയ്തെടുത്ത് കൂടി ടൈ ചെയ്യാം. ശേഷം വീഡിയോയിൽ കണ്ട പോലെ താഴെ സെക്ഷൻ എടുത്തിട്ട് അതൊന്ന് ട്വിസ്റ്റ് ചെയ്ത് സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനൊന്ന് കോംബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭംഗിയായിട്ടുള്ള ബോ കിട്ടുന്നതാണ്. ബാക്കിൽ ഹെയർ എടുത്തിട്ട് കുറച്ച് സെക്ഷൻ ഓഫ് ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യാം, ഒന്ന് പുൾ ചെയ്ത് കൊടുക്കുക. വീണ്ടും കുറച്ച് ഹെയർ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്യുക, പുൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു വേവി ആയിട്ട് നമ്മുടെ ഹെയർ കാണും. ഈസി ആയിട്ട് എങ്ങനെ വാട്ടർഫോൾ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഹെയർ എടുത്ത് ടൈ ചെയ്ത് വെച്ച് രണ്ട് ഭാഗമായിട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ നിന്ന് നമ്മൾ കുറച്ച് ഹെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് നേരത്തെ മാറ്റി വെച്ച ഹെയറിൽ നിന്നും കുറച്ച് ഹെയർ ആഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ആഡ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് വീഡിയോയിൽ ചെയ്യുന്ന പോലെ ഒരു സൈഡ് കംപ്ലീറ്റ് ചെയ്യാം. ലെഫ്റ്റ് സൈഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് പിൻ ചെയ്ത് മാറ്റി വെക്കാം. അതിനുശേഷം റൈറ്റ് സൈഡും സെയിം പോലെ ചെയ്തിട്ട് രണ്ട് സൈഡും ഒരുമിച്ച് സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഹെയർ സ്റ്റൈലാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ബ്രെയ്ഡ് ചെയ്ത് ടൈ ചെയ്ത ഭാഗത്ത് നിന്നും ഹെയർ പാർട്ട് ചെയ്ത് വെക്കാം. അതിനുശേഷം സൈഡിൽ നിന്നും ഹെയർ ഡച്ച് ബ്രെയ്ഡാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പം ഓരോ ബ്രെയ്ഡ് ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ മാറ്റി വെച്ച ഹെയറിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ശരിക്കും നമ്മൾ പറയുന്നത് ഒരു ഡച്ച് ബ്രെയ്ഡാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡും സെയിം ആയിട്ട് ചെയ്യുക. രണ്ട് സൈഡും നമ്മൾ ബ്രെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഹെയർ എടുത്തിട്ട് രണ്ടും ഒരുമിച്ച് താഴ്ഭാഗത്ത് ടൈ ചെയ്ത് വെക്കാം, വീഡിയോയിൽ കാണുന്ന പോലെ. അതിനുശേഷം നമ്മൾ ബ്രെയ്ഡ് ചെയ്തതൊക്കെ ഒന്ന് പുള്ള് ചെയ്ത് കൊടുക്കാം. പുള്ള് ചെയ്യുമ്പോഴാണ് ആ ഒന്ന് ഭംഗിയിൽ എടുത്ത് കാണിക്കുക. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫ്രണ്ടിൽ നിന്നും കുറച്ച് ഹെയർ എടുത്ത് ടൈ ചെയ്ത് രണ്ട് ഭാഗമാക്കി വെച്ച് അതിനെ ബ്രെയ്ഡ് ചെയ്ത് വെക്കാം. നോർമൽ ബ്രെയ്ഡാണ്. അതിനുശേഷം സൈഡിൽ നിന്നും കുറേശ്ശെ ഹെയർ എടുത്തിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ അതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. രണ്ട് സൈഡും ഇതുപോലെ ചെയ്തതിന് ശേഷം രണ്ടെണ്ണവും കൂടി ഒന്ന് ഇതേപോലെ വീഡിയോയിൽ കാണുന്ന പോലെ ട്വിസ്റ്റ് ചെയ്ത് വീണ്ടും ഈ ഉള്ളിലേക്ക് എടുത്തതിനെ വീണ്ടും പുറത്തേക്ക് ഓരോ ബ്രെയ്ഡിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. അതിനുശേഷം രണ്ട് ബ്രെയ്ഡും ഒന്ന് ടൈ ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ പോലെ തന്നെ കുറച്ച് ഹെയർ ഫ്രണ്ടിൽ നിന്ന് ടൈ ചെയ്ത് വെച്ച് നമ്മൾ സാധാരണ വൺ സൈഡ് ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യുന്ന പോലെ ചെയ്ത് ചെവിയുടെ ഭാഗം വരെ ചെയ്ത് വെക്കാം. എന്നിട്ട് അതിനുശേഷം നോർമൽ ബ്രെയ്ഡ് ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും സെയിം ആയിട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ടൈ ചെയ്ത് വെക്കാം.
ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും നമ്മൾ ഹെയർ ബ്രെയ്ഡ് ചെയ്ത് ടൈ ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ വീണ്ടും വീഡിയോയിൽ കാണുന്ന പോലെ ചെവിയുടെ മുകൾഭാഗത്ത് നിന്നും ഹെയർ ബ്രെയ്ഡ് ചെയ്ത് പകുതിയിലെത്തുമ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് ഹെയർ ആഡ് ചെയ്ത് ഫ്രഞ്ച് ബ്രെയ്ഡ് ചെയ്യാം. അതിലേക്ക് തന്നെ നമ്മൾ പുറത്തുനിന്നും ഹെയർ എടുത്തിട്ട് അതിലേക്ക് ഫ്രഞ്ച് ബ്രെയ്ഡ് കണ്ടിന്യൂ ചെയ്യാം. രണ്ട് സൈഡിൽ നിന്നും അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ല ഹെയർ ആഡ് ചെയ്യുന്നത്, സെപ്പറേറ്റ്ലി ആഡ് ചെയ്തിട്ട് ആ ബ്രെയ്ഡ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടും സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി ഈ ഒരു ഹെയർ സ്റ്റൈൽ എങ്ങനെ ചെയ്യാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഹെയർ ബ്രെയ്ഡ് ചെയ്ത് ആ ബ്രെയ്ഡിനെ മുകളിലേക്ക് എടുത്ത് സെക്ഷനാക്കി ഓരോ ഇഴകളും ഓരോ ബ്രെയ്ഡിൻ്റെ അകത്തുകൂടി പുറത്തേക്ക് എടുക്കാം. അതിനുശേഷം നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ആദ്യം ചെയ്തത് അങ്ങനെ ലെയറായിട്ട് നമ്മളെ കയ്യിൽ പിടിക്കാം. അതിനുശേഷം അതെല്ലാം ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം. ഈ ഒരു വാട്ടർഫോൾ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് സൈഡിൽ നിന്നും ഹെയർ ബാക്ക്വേർഡ് ബ്രെയ്ഡ് ചെയ്ത് അതിനെ ഒന്ന് പുൾ ചെയ്ത് ഒന്ന് ഭംഗിയാക്കി എടുക്കാം. രണ്ട് സൈഡിൽ നിന്നും ബ്രെയ്ഡ് ചെയ്ത ഭാഗങ്ങളെ നമ്മൾ ടൈ ചെയ്ത് രണ്ട് ഭാഗമാക്കി വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ചെവിയുടെ മേൽഭാഗത്തു നിന്നും കുറച്ച് ഹെയർ എടുത്ത് ട്വിസ്റ്റ് ചെയ്ത് ഓരോ ട്വിസ്റ്റിനകത്തും ഒരു ഭാഗത്തേക്കുള്ള ഹെയർ ആഡ് ചെയ്ത് കൊടുക്കാം. സെയിം പ്രോസസ്സ് നമ്മൾ മറ്റേ സൈഡിലും റിപ്പീറ്റ് ചെയ്യും. രണ്ട് സൈഡിലും ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് സെക്യൂർ ചെയ്ത് വെക്കാം.